മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ എന്നും നിസ്കരിക്കുന്ന സമയത്ത് അബസവത്തവല്ല അൻജാഅഹുൽ അഅ്മാ എന്ന സൂറത്ത് ഓതും. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അബസവത്തവല്ല അൻജാഅഹുൽ അഅ്മാ, കണ്ണ് കാണാത്ത ഒരു സ്വഹാബി നബിയെ തങ്ങളുടെ സദസ്സിലേക്ക് വന്നപ്പോ തങ്ങൾ മുഖം ചുളിച്ചു അല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പല ശത്രുപക്ഷത്തിൽ നിന്നുള്ള അമുസ്ലിമീങ്ങളായ പല പ്രമുഖരും മുത്തുനബിയുടെ സദസ്സിലേക്ക് വന്നിരുന്നു. അപ്പൊ അവരെ പരിഗണിച്ചാൽ അവർ ഇസ്ലാമിലേക്ക് വരുമല്ലോ എന്ന് കരുതിയിട്ട് കണ്ണ് കാണാത്തായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഉറച്ച സീറ്റാണ്. അതുകൊണ്ട് തന്നെ വന്ന ആളുകൾ മുസ്ലിമീങ്ങളാവാൻ വേണ്ടി ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ വേണ്ടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഒരു പരിഗണന അവർക്ക് നൽകി. അപ്പൊ അല്ലാഹു തആല ആയത്തിറക്കി. നബിയെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു സോഫായ ഖൽബിന്റെ ഉടമയല്ലേ? അതിനേക്കാളൊന്നും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണ്ട, തങ്ങൾ പരിഗണന നൽകേണ്ടതില്ല എന്നതാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നസിഹത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഈ സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാളുമായി അവന്റെ മുന്നിലേക്ക് ചെന്നു. എടോ, നീ മുത്തുനബിയെ ഇകഴ്ത്താൻ വേണ്ടിയല്ലേ ഇത് ഖുർആനി നിസ്കാരത്തിൽ ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവനെ കൊല ചെയ്തു.